നമസ്കാരം. പ്രധാന വാർത്തകൾ. കെ ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. പുതിയ ഭരണസമിതി ചുമതലയേറ്റു. 2 വർഷമാണ് കെ ജയകുമാറിന്റെ കാലാവധി. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ. ദേവസ്വം ബോർഡ് പ്രസിഡന്റായി സ്ഥാനമേറ്റ് കഴിഞ്ഞാൽ പ്രഥമ പരിഗണന ശബരിമല തീർത്ഥാടനത്തിനായിരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം കെ ജയകുമാർ പറഞ്ഞു. ശബരിമലയിലെ മാനുവൽ പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കും. ദൈവവിശ്വാസിയായ താൻ ഇതൊരു ദൈവനിയോഗമായി കൂടി കണക്കാക്കുന്നുവെന്ന് ജയകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഭക്തരുടെ ഒരു ചില്ലിക്കാശ് പോലും നഷ്ടമാകാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകും. സുഗമമായ മണ്ഡലകാല തീർത്ഥാടനത്തിനാണ് മുൻഗണനയെന്നും ജയകുമാർ കൂട്ടിച്ചേർത്തു. പാലത്തായി പീഡനക്കേസ്. BJP നേതാവ് കെ പത്മരാജന് മരണം വരെ ജീവപര്യന്തം തടവും പിഴയും. പാലത്തായിൽ അധ്യാപകൻ 4ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ BJP നേതാവ് കെ പത്മരാജന് മരണം വരെ ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും. പോക്സോ കുറ്റങ്ങളിൽ 40 വർഷം തടവും 1 ലക്ഷം രൂപ വീതം ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. തലശ്ശേരി അതിവേഗ പോക്സോ കോടതിയുടേതാണ് ശിക്ഷാവിധി. കേസിൽ BJP നേതാവും അധ്യാപകനുമായ കെ പത്മരാജൻ കുറ്റക്കാരനെന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു. ISL ചേരാൻ അമ്മ പ്രേരിപ്പിച്ചുവെന്ന മകന്റെ മൊഴി. UAPA പ്രകാരം അമ്മയ്ക്കെതിരെ കേസ്. വിദേശത്തായിരുന്നപ്പോൾ തീവ്രവാദ സംഘടനയായ IS-ന്റെ വീഡിയോകൾ നിരന്തരമായി കാണിച്ചിരുന്നുവെന്നും സിറിയയിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചുവെന്നുമാണ് മകൻ നൽകിയ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വെഞ്ഞാറമൂട് പോലീസ് അമ്മയ്ക്കെതിരെ കേസെടുത്തത്. എന്നാൽ മൊഴിയിൽ വലിയ ദുരൂഹതയുണ്ടെന്നാണ് പോലീസിന്റെ സംശയം. മകനും മുൻ ഭർത്താവിനുമെതിരെയാണ് അമ്മയുടെ മൊഴി. ഇളയ കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചത് മറയ്ക്കാനാണ് വ്യാജ പരാതി നൽകിയതെന്നാണ് അമ്മ പറയുന്നത്. ആദ്യ ഭർത്താവിന്റെ ബന്ധുക്കളുടെ സംരക്ഷണയിലുള്ള കുട്ടിയുടെ മൊഴിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് അമ്മ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. പോലീസും സംസ്ഥാന തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് CNG ഗ്യാസ് ലോറി മറിഞ്ഞ അപകടം. ഗ്യാസ് ചോർച്ച, വാഹന ഗതാഗതത്തിൽ നിയന്ത്രണം. ലോറിയുടെ ക്യാബിനിൽ നിന്ന് CNG കണ്ടെയ്നർ വേർപെട്ട് റോഡിലേക്ക് മറിയുകയായിരുന്നു. നെടുമങ്ങാടാണ് അപകടം നടന്നത്. അപകടത്തെ തുടർന്ന് മേഖലയിൽ ചെറിയ രീതിയിലുള്ള ഗ്യാസ് ചോർച്ച ഉണ്ടായതിനാൽ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പ്രദേശത്തെ വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. അപകടത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ച ഉടൻ തന്നെ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി സുരക്ഷാ നടപടികൾ ആരംഭിച്ചു. നിലവിൽ ഗ്യാസ് ചോർച്ച നിയന്ത്രിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി പോലീസ് സ്ഥലത്തുണ്ട്. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ അതുവഴിയുള്ള വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. വോട്ടർ പട്ടികയിൽ നിന്ന് വൈഷ്ണയുടെ പേര് നീക്കി. മത്സരിക്കാനാവില്ല. തിരുവനന്തപുരത്ത് കോൺഗ്രസിന് തിരിച്ചടി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നൽകിയ മേൽവിലാസം തെറ്റെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വൈഷ്ണ സുരേഷിന്റെ പേര് പട്ടികയിൽ നിന്നും നീക്കിയത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നൽകിയ വിലാസം ശരിയല്ലെന്നും പട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നും കാണിച്ച് CPM പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മുട്ടടയിൽ കുടുംബ വീടുള്ള വൈഷ്ണ അമ്പലമുക്കിലെ വാടക വീട്ടിലാണ് താമസം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തിരുന്നു. വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത നടപടിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അപ്പീൽ നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. KSU ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് വൈഷ്ണ സുരേഷ്. CPM-ന് പരാജയ ഭീതിയാണെന്നും തനിക്ക് ആശങ്കയില്ലെന്നുമാണ് വൈഷ്ണ നേരത്തെ പ്രതികരിച്ചത്.